ആവശ്യം വരും. ഞാൻ വെറുതെ എടുത്ത വീഡിയോ ഒക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ തബൂക്ക് ട്രിപ്പില്? അത് ട്രിപ്പല്ലേ, ഇത് അങ്ങനല്ലല്ലോ. അതിലൂടെ ഇതല്ലേ ഞാനിന്ന് വ്ളോഗ് എടുക്കില്ലേ അതി. ഞാനിന്ന് ശരിക്കും വ്ളോഗ് എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതേനി, പക്ഷേ രാവിലെ തന്നെ വന്നുകൊണ്ട് ആദ്യം എന്നെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിക്കുകയാണ്. ഞാൻ എടുക്കാത്തത് കാരണം ഓൻ തന്നെ ഷൂട്ട് ചെയ്യാട്ടോ. ഇത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, അതാണ് ഓൻ ഇങ്ങനെ നിർബന്ധിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറയാം. അതിൻ്റെ മുന്നായിട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം. കുറച്ചധികം ദിവസമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സംഭവം കേട്ടോ. 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു കുക്കൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ശരിയാണ്, ഈസി ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് എന്തൊക്കെ യൂസ് ചെയ്യുക വെച്ചാൽ ചോക്ലേറ്റിൻ്റെ കേക്കും ചോക്ലേറ്റിൻ്റെ ജ്യൂസും പിന്നെ ഈ മേലെ കാരമൽ പുഡിങ്ങും ആണ് കേട്ടോ യൂസ് ചെയ്തത്. ഇപ്പം ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ മേലെ കാരമൽ പുഡിങ് വെച്ചിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ ഇത് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇത് ഒറ്റയ്ക്ക് തിന്നണ അത്ര പോലും ടേസ്റ്റ് ഇല്ല. ഈ ഒരു 3 കോമ്പിനേഷൻ ഇങ്ങനെ ചെയ്ത് കണ്ട് കഴിക്കുന്നത് കേട്ടോ. ഇത് കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം ഞാൻ അടുത്ത പരീക്ഷണത്തിന് ഇറങ്ങി. പിന്നെ ചോക്ലേറ്റിൻ്റെ കേക്കും സെയിം ചോക്ലേറ്റിൻ്റെ ജ്യൂസും. അപ്പം മേലെ വെച്ച കാരമൽ പുഡിങ്ങിന് പകരമായിട്ട് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ആട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇത് പിന്നെയും വലിയ കുഴപ്പമില്ല. ആദ്യം കഴിച്ച അത്ര കുഴപ്പമില്ല. ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ് ലവേഴ്സിന് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും. വലിയ കുഴപ്പമില്ല. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഉണ്ടാക്കിയ ആ കാരമൽ പുഡിങ് മേലെ വെച്ചിട്ടുള്ളത് തീരെ ടേസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. എനിക്കെന്തായാലും ആ ഒരു ലെവലിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പുതിയതല്ലേ, ഇതുവരെയായിട്ട് ട്രൈ ചെയ്തില്ലല്ലോ. ഒന്നിട്ടൊക്കെ നമുക്ക് ബർത്ത്ഡേ നമുക്ക് വേറെ ഇടാം പുതിയത്. ഇന്ന് ഇതിട്ടോ ബർത്ത്ഡേന് പുതിയ ഇടാ. അപ്പോൾ ഇന്ന് ആദ്യം രാവിലെ തന്നെ നിർബന്ധിച്ചതിനെ കൊണ്ട് വ്ളോഗ് എടുപ്പിച്ചത് ഇതാണ് കാരണം. ഇന്ന് ഇലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇലൂനറിയില്ല ഇലുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്നുള്ളത്. ഓളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാനാണ്. ഓളെ ആദ്യൻ്റെയും അമ്മിമോൻ്റെയും പ്ലാന് ഓളെ സർപ്രൈസ് ചെയ്യിപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് എന്നോടും ഇക്കാക്കിനോടും പറഞ്ഞു ഓളോട് ബർത്ത്ഡേനെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കരുത്, ഒന്നും പറയരുത്. ഒരു സർപ്രൈസായിട്ടൊരു 2 ആഴ്ചത്തോളമായി ഒരു ഇതിൻ്റെ പിന്നാലെ നടക്കണ്. ഓരോന്ന് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി കണ്ട് ഓർക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ ആണ്, ഓളോട് പറയേ ചെയ്യരുത് എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് ഓൾക്ക് ബർത്ത്ഡേക്ക് വാങ്ങിയ ഡ്രസ്സാണ്. അത് ഓൾക്ക് അറിയാം. ഇത് വാങ്ങിയപ്പം ബർത്ത്ഡേക്ക് വേണ്ടി എടുത്തതാന്ന് ഓളോട് പറഞ്ഞേനി. അപ്പോൾ ഇത് ഇടാൻ വേണ്ടി വന്നപ്പോൾ ഓൾ ചോദിക്കുകയാണ് ഇത് എന്തിനാ ഇന്ന് ഇടണത്, ഇന്ന് നമ്മൾ പാർക്കിലേക്കല്ലേ പോണത്, ഇന്ന് എന്തിനാ ഇത് ഇടണത്, ഇത് ബർത്ത്ഡേക്ക് വാങ്ങിയതല്ലേ എന്നൊക്കെ ഓൾ ഇങ്ങനെ ചോദിക്കുകയാണ്. عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقنا والجبال. ഇലുവിൻ്റെ മദ്രസിലൊരു ഹിസ്ബ് ക്ലാസ് ഉണ്ടായിനി. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ആ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ അമ്മ സൂറത്ത്. അപ്പോൾ അത് പഠിച്ചത് മുതൽ ഇപ്പോൾ എപ്പോഴും ഇതാണ് പണി. ഖുർആൻ കണ്ട അപ്പം എടുക്കും ഓതും. അപ്പോൾ ഓള് മാറ്റിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മാറ്റണ നേരം ഓള് പോവാൻ നേരം ഇതാ ഇവിടെ ഖുർആൻ കണ്ടപ്പോൾ അതെടുത്ത് കണ്ട് ഇങ്ങനെ ഓതുകയാണ്. അപ്പോൾ ഉസ്താദ് ഓളോട് പ്രത്യേകം പറഞ്ഞത് കാണാപ്പാഠം പഠിക്കരുത്, നോക്കി ഓതണം എന്നാ, അക്ഷരങ്ങൾ നോക്കി ഓതാനാണ്. പക്ഷേ നിരന്തരം ഇങ്ങനെ ഓതുമ്പോൾ കാണാതെ പഠിക്കുമല്ലോ. അപ്പോൾ ഓള് നോക്കി ഓതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തപ്പി പിടിച്ച് ഓതും. പക്ഷേ കാണാതെ ആയതുകൊണ്ട് നല്ലപോലെ ഓതുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഓളെ ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മാറ്റിയും കഴിഞ്ഞ് അങ്ങനെ ഇതാ അപ്പോൾ ഒന്ന് പുറത്ത് പോവാണ്. ആദ്യം തന്നെ പോണത് ഒക്കെ ഒരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ ഫസ്റ്റ് പോണത്. പക്ഷേ ഇതൊക്കെ ഓള് കാണാതെ ഓളെ വണ്ടിയിൽ ഇരുത്തിക്കാണ്ടാണ് ഞങ്ങൾ പോണത്. ഓളെ ആങ്ങളാരെ നിർബന്ധമാണ് ഓളെ അറിയിപ്പിക്കരുത് എന്നുള്ളത്. കാരണം
അത്രയ്ക്കും ഓളെ സർപ്രൈസ് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചു കണ്ട് പറയരുത് ആക്കരുത് പറഞ്ഞുകൊണ്ട് ഓരെന്നെ ഓളെ വണ്ടിയിൽ പിടിച്ചിരുത്തിയിട്ട് ഞാൻ ഉക്കാക്കി മാത്രം ഇറങ്ങിപ്പോയി കണ്ടാട്ടോ ഈ ഒരു കേക്ക് വാങ്ങണത്. ഇവളിവിടെ ഉണ്ടാക്കി വെച്ചതിൽ ഈ ഫെറാറോ റോഷറിൻ്റെ ഈ ഒരു കേക്കും പിന്നെ ചോക്ലേറ്റ് കേക്കും പിന്നെ പിസ്താഷ്യൂൻ്റെ ഒരു കേക്കുമാണുള്ളത്. അതിൽ ഇലൂന് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫെറാറോ റോഷറിൻ്റെ ഈ ഒരു കേക്കാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഓരോ എഴുതിയത് അത്ര നന്നായിട്ടൊന്നുമില്ല കേട്ടോ. ഇത് എഴുതി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വാങ്ങി എഴുതിയാൽ മതിയേനി എന്നുള്ളത്. വലിയ കുഴപ്പമില്ല, പക്ഷെ ഇത്ര വലുതാക്കി എഴുതിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ കേക്കിനെ നശിപ്പിച്ച പോലെ തോന്നി. പക്ഷെ കേക്കൊരു രക്ഷയുമില്ല, കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കേക്ക്. നമ്മൾ ഈ ഒരു കേക്ക് വാങ്ങി പിന്നെ ഇലൂന് നമ്മളൊരു ഗിഫ്റ്റും വാങ്ങി ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ബീച്ചിൽ പോയിക്കാണ്ട് കേക്ക് മുറിച്ച് കഴിച്ചത്. അപ്പോഴത്തേനും കേക്ക് അത്യാവശ്യം അലിഞ്ഞിട്ടുണ്ടേനി, എന്നാലും അത് അലിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടേനി ഈ ഒരു കേക്ക്. അങ്ങനെ ഇതാ ഇപ്പോൾ ഇവിടുന്ന് കേക്കൊക്കെ വാങ്ങിക്കാണ്ട് ഇനിയിപ്പോൾ നേരെ പോണത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇലൂനൊരു ഗിഫ്റ്റ് വാങ്ങണം എന്നുള്ളത്. അപ്പം നമ്മൾ വിചാരിച്ച് എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങണതിന് പകരമായിട്ട് ഒക്കെ എന്തെങ്കിലും ഒരു ഗോൾഡ് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നെങ്കിൽ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ വള, ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് കണ്ട് ഇപ്പോൾ ഇതാ ഉജാല ബിൽഡിങ്, മലയാളികൾ ഇതിന് ഉജാല ബിൽഡിങ് എന്നാണ് പറയുക. ശരിക്കും ഓയാസിസ് മാളാണ്. ഇവിടേക്കാണ് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ ആകപ്പാടെ പറയാനുള്ളത് ഗോൾഡ് സൂക്ക് മാത്രമാണ്. ഗോൾഡിൻ്റെ കടകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് എത്രയോ പഴയ ഭയങ്കര പഴയ, ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ സൗദിയിൽ വന്ന സമയത്ത് അഥവാ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു പ്രായത്തിലൊക്കെ ഞാൻ സൗദിയിൽ വന്ന സമയത്ത് ഈ മാള് അന്ന് ഇവിടെ ഭയങ്കര ആളുകളും കുറേ ഷോപ്പുകളും ഇതിൻ്റെ ഉള്ളിൽ കുറേ കളിക്കുന്ന സ്ലൈഡ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസും എല്ലാം ഉണ്ടായിന് കേട്ടോ ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ. അന്നേ ഇതിന് ഉജാല ബിൽഡിങ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ടേനി. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല, ആകെ ഈ ഗോൾഡ് സൂക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ എത്രയും പഴയ മാളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മാൾ എടുത്തിട്ടൊന്നുമില്ല, കാരണം നമ്മൾ ഗോൾഡ് വാങ്ങാനാണല്ലോ വന്നത്. പക്ഷേ ഇപ്പോൾ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു മാള് ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീലെടുക്കാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ ഈ മാളിൻ്റെ ഉള്ളിൽ. സംഭവം ഈ മാൾ അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ഇങ്ങനൊരു മാൾ ഉണ്ടാവില്ല, അത്രയും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വർക്കുകളും ഇതൊക്കെ വേറെ തന്നെയാണ്. ഇതിന് ഉജാല ബിൽഡിംഗ് എന്ന് വിളിക്കാൻ കാരണം തന്നെ ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ്. പുറത്താണെങ്കിലും ഉള്ളിലാണെങ്കിലും ഒക്കെ ഒരു പലതരം നീല കളറുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടോ. ഇലൂനൊരു വള കിട്ടാൻ വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റ് കുറേ നോക്കി കിട്ടിയിട്ടില്ല. അങ്ങനെ അവസാനം ഒരു ഷോപ്പിൽ നിന്ന് ഈ കാണുന്ന ഈ ഒരു വളാണ് കേട്ടോ എടുത്തത്. കുട്ടിയൊക്കെ സൗദിയിൽ ഗോൾഡൊക്കെ നല്ല മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിലും കുട്ടിയൊക്കെ ഗോൾഡ് കിട്ടാൻ ഭയങ്കര പണിയാണ്. അത് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇലൂന് വാങ്ങിയപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിന്, ഗോൾഡ് കുട്ടിയൊക്കെ നല്ല മോഡലൊന്നും കിട്ടൂല. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വള വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ട് അതെടുത്ത്. ഇതിപ്പോൾ രാത്രി കുറച്ചധികം ലേറ്റ് ആയിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശക്കാനൊക്കെ തുടങ്ങിയിനി. അപ്പോൾ തൽക്കാലം ഈ ഒരു കോണൊക്കെ വാങ്ങി കഴിച്ച് കണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബീച്ചിലേക്കാണ് പോണത് ഇലൂനെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കേക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് കണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയാനാട്ടോ പ്ലാന്. ഇലു ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ട്. ഇനി ഓക്ക് ഭയങ്കര സന്തോഷമായി. ഓളെ ബർത്ത്ഡേ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഓക്ക് അറിയാം. മാർച്ച് 31 ഓളെ ബർത്ത്ഡേ എന്നുള്ളതും ഓക്കറിയാം. പക്ഷേ ഇന്ന് 31 ആണെന്നുള്ളത് അത് ഒക്കെ അറിയില്ലേനി കേട്ടോ. പെട്ടെന്ന് ഈ കേക്ക് മുന്നിലേക്ക് വന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഉള്ള സർപ്രൈസായി പോയിന്. അപ്പോൾ ബർത്ത്ഡേ ദിവസം പൊതുവേ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണല്ലോ. അപ്പോൾ രാവിലെ എനിക്ക് ഓളെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ടേനി, കാരണം ഓൾ അറിയണില്ലല്ലോ എന്ന് ഓളെ ബർത്ത്ഡേ ആണ് എന്നുള്ളത്.
ഇവർ സമ്മതിക്കുന്നില്ല ഓളോട് ബർത്ത്ഡേ ആണെന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു കഷ്ടപ്പെട്ട് ഗിഫ്റ്റൊക്കെ തയ്യാറാക്കി നിൽക്കല്ലേ, അപ്പോൾ ഞാനായിട്ട് വെറുതെ കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ വിചാരിച്ച് നിങ്ങള് പറഞ്ഞ കേക്ക് ഒക്കെ നാളെ വാങ്ങും. ഞാൻ വിചാരിച്ച് ഇന്നല്ല സർപ്രൈസ് ഉള്ളത്, നാളാണോ ഞാൻ വിചാരിച്ചു. സർപ്രൈസ് ആയോ? ഇഷ്ടായോ? കേക്ക് ടേസ്റ്റ് ഉണ്ടോ? ഗിഫ്റ്റ് ആൽബം. ആദ്യം എന്റെ ആൽബം ഞാൻ ഉണ്ടാക്കിയതാണ്. എന്റെ ഒമറുട്ടന്റെ പൈസ മലേഷ്യ ആദ്യമൊക്കെ മാറി ആദ്യക്കായി. എന്താ ഒരു നിമിഷത്തിനല്ലേ കഴിഞ്ഞ അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത ഗിഫ്റ്റ് അടുത്തത് എനിക്ക് എടുക്കാം. ഇത് കിൻഡർ ജോയ് നമുക്ക് ഞാൻ അൺബോക്സ് ആദ്യം എനിക്ക് സർപ്രൈസ് ഉണ്ടാക്കില്ലാന്ന്. അമ്മേമോനൊന്നും ഉണ്ടാക്കില്ല തോന്നുന്നുണ്ടോ? എനിക്ക് എന്നെ അത്ര ഇഷ്ടല്ലല്ലോ. ചങ്ങായിക്ക് ഇത്രയും ഇന്നലൊക്കെ അല്ലേ ആദ്യമൊക്കെ മാത്രമേ ഇലുവിനോട് ഇഷ്ടമുള്ളൂ. ഇന്നലെ കൂടി ഉണ്ടാക്കിയാണ്ടി. ആദ്യം അമ്മിമോന്റെ അൺബോക്സിംഗ്. അന്നൊന്നും പറ്റിച്ചല്ലേ, ഇതറിയതല്ലോ. ഇത് ഈ ചെയ്യാൻ പറ്റുമോ? ഗിഫ്റ്റ് വരുമ്പോ അങ്ങനെയൊക്കെ അല്ലേ. അതില് 5 ചങ്ങായിക്ക് കൊടുക്കാനുള്ള പതിനഞ്ച് എന്നെ പറ്റിച്ചല്ലേ. ഇത് കണ്ടപ്പോ ഓളെ ഫോട്ടോസുള്ള കീച്ചേനി ഇത് കുടിച്ചോക്കാ. അങ്ങനെ ഗിഫ്റ്റിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ എന്തായാലും ഒരു വിചാരിച്ച മാതിരി തന്നെ ഓളെ സർപ്രൈസ് ആക്കാനും ഒക്കെ പറ്റി. ഇത് കണ്ടോ ഈ ചെറിയൊരു റിംഗ് ആൽബം. ഇതാദ്യം ചെയ്തു കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. ഇവിടെ ഞാനിങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കലുണ്ടേനി ഞാൻ, പക്ഷേ ഇപ്പം അത് ചെയ്യണില്ല. അപ്പോൾ അത് കണ്ട് പഠിച്ചതാണ് അമ്മേമോനിത്. ഇത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഓൻ ഈ ഒരു റിംഗ് ആൽബം ഉണ്ടാക്കിയത്. ഓൻ തന്നെ പ്രിൻ്റ് എടുത്തുകൊണ്ട് ഓൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ അത്. ഞാനിതാ ഇപ്പോഴാണ് ഓൾ ഈ ഗിഫ്റ്റ് ബോക്സ് പൊട്ടിക്കുമ്പോൾ തന്നെയാണ് ഞാനും ഇത് കാണുന്നത് കേട്ടോ. അതുവരെ ഇവർ ഗിഫ്റ്റ് എന്താ വാങ്ങിയത് എന്നൊന്നും ഞാനും കണ്ടിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കുറച്ച് നേരം ബീച്ചിൽ കളിക്കാനായിട്ട് പോയി. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്ക് ഉണ്ടേനി, അവിടെ കളിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. പിസ്സ ഹട്ടിലേക്കാണ് പോയത്. 1 മീറ്റർ പിസ്സ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെയാണ് വാങ്ങിയത്. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് നേരെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ദിവസവും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.